ചങ്കുകളെ അസ്സലാമു അലൈക്കും, നമസ്കാരം. നിസാർ കാർത്തിലേനെ. ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം ജനകീയ ആരോഗ്യവേദിയുടെ നേതൃത്വത്തിൽ ജനസേവന ആശ്രയ സെൻറ്റർ നമ്മൾ കാർത്തിലയിൽ ഓപ്പണാക്കി. ഏകദേശം 17 വർഷത്തോളമായി ഓപ്പണാക്കിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനും ഓഫീസ് വർക്കുകൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടി നിർത്തലരും നിലാരംഭരുമായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു ഓഫീസാണിത്. ഒരു 10 വർഷത്തോളമായി നമ്മൾ മുൻപിൽ വീൽ ചെയർ, ഒരു സാന്ത്വന കേന്ദ്രമായിട്ട് വീൽ ചെയർ, എയർബഡ്, പിന്നെ വീൽ ചെയർ, കട്ടിൽ, ഓക്സിജൻ മെഷീന് ഒക്കെ ഇതിലുണ്ട്. ഇപ്പോൾ ഇതിലൊരുപാട് സാധനങ്ങൾ ആവശ്യമുള്ളതുണ്ട്. ഫ്രണ്ട് കാണിച്ചിട്ടുണ്ട്. അതിന് ഫ്രണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ ഈ ഓഫീസിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയും ഈ ഓഫീസിൽ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഒരു കട്ടിൽ വേണം. ആ കട്ടിലിന് ഏകദേശം ഹൈഡ്രോളിക്കിൻ്റെ കട്ടിലാണ്. ആ കട്ടിലിന് ഏകദേശം ഒരു 75,000-50,000 വരുന്നുണ്ട്. അപ്പോൾ എന്താ ആവശ്യം വന്നു വെച്ച് കഴിഞ്ഞാൽ, ചങ്ങരംകുളത്തുള്ള ടീം വിളിച്ചിരുന്നു. അവരെ ഒരു ആക്സിഡൻറ്റ് പറ്റിയൊരു ആൾക്ക് 2 കാല് മുറിഞ്ഞിട്ട് നഷ്ടപ്പെട്ടിട്ട്, അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ സാധനം ഉണ്ടായില്ല. അപ്പോൾ ആവശ്യം വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ വീഡിയോൻ്റെ ചുവടെ ഞാൻ ഗൂഗിൾ പേ നമ്പറും സ്കാനറും വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 രൂപ വെച്ചിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ ഇതിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇത് ജാരിയ സ്വതക്കാണ്. ഈ സ്ഥാപനം, ഈ സംഭവങ്ങൾ ഉള്ളിടത്തോളം കാലം അതിൻ്റെ പിന്നെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മരിച്ചു പോയാലും കിട്ടും, അത് അവിടെ നിൽക്കില്ല, അവസാനിക്കില്ല. അപ്പോൾ 10 രൂപ തരാൻ പിന്നെ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ 1 രൂപയെങ്കിലും വെച്ചിട്ട് ഈ സ്കാനറിൽ ചെയ്തിട്ട് ഇതിൽ പങ്കാളികളാവുക. ഇനി ആ 1 രൂപ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ ഈ ചാരിറ്റിക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഇങ്ങനത്തെ ഇത് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ നിസ്സംഗരായി നിൽക്കുന്ന ആളുകളെ കയറാം. അപ്പോൾ വീഡിയോ എത്തി അവർ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് ചെയ്യും, താല്പര്യം ഉണ്ടാവും അവർക്ക് ഇതിലേക്ക് ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ. അപ്പോൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്ത് കൊടുത്ത് വിജയിപ്പിക്കുക. പറ്റുന്ന ആളുകൾ ഇതിലേക്ക് സംഭാവന ചെയ്യുക. എത്ര ആയാലും കുഴപ്പമില്ല. ഈ 10 രൂപയിൽ കൂടുതൽ 100,000, 200,000, 300,000 എത്ര ആയാലും കുഴപ്പമില്ല. നമുക്ക് ഈ സ്ഥാപനം ഒന്നും പാടും വലുതാക്കണം. ഒരുപാട് നിർദ്ധലരും നിലാരംഭരുമായ ആളുകളെ സഹായിക്കണം. അതിന് ഇങ്ങനത്തെ ആശ്രയ സെൻ്ററുകൾ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ആംബുലൻസ് വേണം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള വീഡിയോ കാണുമ്പോൾ തട്ടി മാറ്റരുത്. ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക. എല്ലാവരും പരമാവധി ഇത് വിജയിപ്പിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതിലേക്ക് നമ്മൾ സംഭാവന ചെയ്തെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയോളം സാധനം വാങ്ങിത്തന്ന നമ്മൾ കാട്ടിപ്പറ്റുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു നമുക്കും ആൾക്കും പിന്നെ ആഫിയത്തോട് കൂടി ദീർഘായുസ്സ് തരട്ടെ. പെട്ടെന്നുള്ള അപകട മരണങ്ങളെ തൊട്ട് വിട്ടു നിർത്തട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പരമാവധി വീഡിയോ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ നമ്മൾ ഈ പദ്ധതി ഇവിടെ ഈ ജനസേവന ആശ്രയ സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരിക്കും സുതാര്യമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഏകദേശം 17 വർഷത്തോളമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരുപാട് എക്യുപ്മെൻസുകൾ ഇനി വാങ്ങണം. അപ്പോൾ നിങ്ങളെല്ലാം സഹായിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.